ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു നെറ്റ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഒരു ഏകദേശം 1 മീറ്റർ, ഇതാ ഈ ലെങ്ത്ത് മീറ്ററുണ്ട്, 1 മീറ്ററുണ്ട്, ഏകദേശം ഒരു 1/4 മീറ്റർ നീളമുണ്ട്. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, നമ്മൾ ഒരു സിലിണ്ടർ ഷേപ്പിൽ ഈ ഒരു ഷേപ്പിൽ കെട്ടും. നമ്മൾ ഒരു സിലിണ്ടർ ഷേപ്പിലാക്കിയിട്ട് 2 സൈഡിലും ഓരോ ഇതും കൂടി ചെയ്ത് കൊടുക്കും, ഈ ഒരു സൈഡിലും ഇപ്പുറത്തെ സൈഡിലും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ആദ്യം വെച്ച് കെട്ടാം. നമുക്ക് ഇതെന്ത് ചെയ്യാം, ഒന്ന് റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് കെട്ടിയെടുക്കാം. കുറച്ച് ഷേപ്പാക്കിയിട്ട് എന്ത് ചെയ്യാം, അതിനാദ്യം കുറച്ച് കമ്പി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ട്. ചെറിയ കമ്പി വെച്ചിട്ട് ഫുൾ കെട്ടിയിട്ടാ സിലിണ്ടർക്ക് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും എന്ത് ചെയ്യണം, അടക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് എടുത്ത്, പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് അപ്പോൾ ഇതിന് കണക്കായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ ഫുള്ള് അടച്ചിട്ടും മറ്റൊരു സൈഡിൽ ഒരു ഫണലിൻ്റെ ഫണൽ ഷേപ്പിലും അതാക്കാൻ പോകും. അപ്പോൾ അതിന് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അടിഭാഗം കട്ട് ചെയ്യാൻ വേണ്ടി ഇതിൽ മാർക്ക് ചെയ്യാം. വല ഇപ്പോൾ ഈ ഭാഗത്ത് ഫുള്ള് കെട്ടി, റൗണ്ട് കെട്ടി. ഇനിയിപ്പോൾ അടിഭാഗം നെറ്റ് വെച്ചതാണ്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് വെച്ചിട്ടാണ്, പ്ലാസ്റ്റിക് നെറ്റ് വെച്ച് കെട്ടി. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം കൂടി ബാക്കിയുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫണൽ പോലെ ഷേപ്പിൽ. അപ്പോൾ ഈ ഷീറ്റിന് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ഹാഫ് റൗണ്ട് നമ്മുടെ സ്കൂളിൽ മറ്റേ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ കാണുന്ന ഷേപ്പ് ഉണ്ടല്ലോ, 360 ഡിഗ്രിയിലെ പ്രൊട്രാക്ടറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഈ ഷേപ്പിൽ ഒരു ചന്ദ്രൻ, ഹാഫ് മൂണിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ ഈ ഒരു റൗണ്ടിൽ ഇതുപോലെ ഫണൽ പോലെ ആക്കാം. ഫണൽ പോലെ ആക്കിയിട്ട് ശേഷം ഇതിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഈ സൈഡ് തുന്നി കഴിഞ്ഞു. നേരത്തെ ഇപ്പോഴത്തെ സൈഡ് മീനിൻ്റെ കയറാനുള്ള ഭാഗം എൻട്രൻസിൽ ഫണൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് സൈഡിലേക്ക് ഇങ്ങനെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ പതുക്കെ അതിൻ്റെ ഒരു സൂചിൻ്റെ അറ്റത്ത് നൂലുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നൂലുകൊണ്ടാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇടക്കിടക്ക് എന്ത് ചെയ്യുക, ഒരു 5 സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ നീ കെട്ടിക്കൊടുക്കുക. ഓക്കെ, അതിന് ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മളിതാ സ്ട്രാപ്പ് ഏകദേശം റെഡിയായി, പണി ഫുള്ള് ഏകദേശമായി. അപ്പോൾ നമ്മൾ ഉള്ളിൽ എന്ത് ചെയ്യണം, ഉള്ളിൽ ഇടാൻ വേണ്ടി നമ്മൾ ചൂണ്ടക്കുളത്ത് പോലെ എന്ത് ചെയ്യണം, 2 കമ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒന്ന് ഈ എൻട്രൻസ്, ഈ ഫണൽ തുടങ്ങുന്നിടത്തും, ഒന്ന് അതിൻ്റെ കുറച്ച് പുറമായിട്ട് തീറ്റ കൊളുത്തിയിടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. തീറ്റ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡ് അറ്റത്ത് കുറച്ച് സ്റ്റിച്ച് ചെയ്യാതെ ബാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗം അതിൻ്റെ സൂചി നമ്മൾ തന്നെ ഉണ്ട്. അപ്പോൾ തീറ്റ ഇതിലേ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി ഇതും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സൂചി അടക്കം ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിപ്പിക്കുന്ന സെറ്റപ്പാണ്. ശരി, അങ്ങനെയാണ് ആക്കിയിട്ടുള്ളത്. ഉള്ളിലൊരു ചൂണ്ട ടൈപ്പാണ്. സാധാ തീറ്റ ഇട്ട് കൊടുക്കുന്ന പോലെ വെറുതെ ഇട്ട് കൊടുക്കില്ല, ചൂണ്ടയിൽ കൊളുത്തി വെക്കുന്ന പോലെ ഇതിൻ്റെ ഉള്ളിൽ ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതുപോലെ ഈ സൈഡ് 2 സൈഡിൽ ഹാങ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ നമുക്കിനി തീറ്റയിട്ട് വെള്ളത്തിലേക്ക് ഇറക്കുന്നതിന് ശേഷം കാണാം. ഓക്കെ, ഫിഷ് ട്രാപ്പ് റെഡി ആയിട്ടുണ്ടേ. ഇപ്പോൾ രാത്രി ടൈമായി. ഇപ്പോൾ രാത്രി ഇട്ടിട്ട് എന്ത് ചെയ്യണം, എന്നെ കാണുന്നുണ്ടോ, രാവിലെ എടുക്കാനുള്ള പരിപാടിയാണേ. ഓക്കെ അല്ലേ, ഇടട്ടെ. ഇവിടെ ഒന്ന് കെട്ടിയിട്ട് നാളെ രാവിലെ നോക്കാം. ഓക്കെ, ഉണ്ടോ നോക്കിയിട്ട് വരാം കേട്ടോ. ഒരു മീൻ കുടുങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം,
അതിലിട്ട തീറ്റയെല്ലാം ഇങ്ങോട്ട് സൈഡിലേക്ക് അടിയിലേക്ക് വീണ് പോയി. ഒറ്റൊരു മീൻ മീശയിലുണ്ട്. മീനെ കാണുന്നുണ്ടോ ക്യാമറയിൽ? അടുത്ത് വെച്ചിട്ട് അതുണ്ടോ? പടക്കുന്ന് നുള്ളിക്കോട്ടിയാണ് മീൻ. ഇട്ട തീറ്റയെല്ലാം കണ്ടു. ഇവിടെ മൈദയെല്ലാം കലങ്ങിയിട്ട് നമ്മൾ കമ്പി മതി. നമ്മളെ കൊട്ട, മീനിൻ്റെ കൊട്ട വീണ്ടും താഴെ ഇറക്കി കൊടുക്കാം. ഏതെങ്കിലും മീൻ കയറുന്നുണ്ടെങ്കിൽ കയറിക്കോട്ടെ. നമുക്ക് മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുത്തേ. കാണുന്നുണ്ടോ? മോശമല്ല. കരിമീൻ